എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കണത് എന്റെ ചാമ്പമരത്തിന്റെ അടുത്താണ്. അപ്പൊ ചാമ്പമരം നമുക്ക് നിറച്ച് കായ്ച്ചിട്ടുണ്ട്. അപ്പൊ ആപ്പിൾ ചാമ്പയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചാമ്പക്കയാണ്, കുരുയില്ലാത്ത ചാമ്പക്കയാണ്. അപ്പൊ സാധാരണ നമുക്ക് ചാമ്പക്ക കായ്ക്കാറ് മഴക്കാലത്താണ് അധികം. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് വേനൽക്കാലത്ത് തന്നെ കണ്ട നല്ല ചൂട് സമയത്ത് തന്നെ ചാമ്പക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ചെറിയ ചാമ്പക്കകളുണ്ട്, വിളവെടുക്കാനായ ചാമ്പക്കകളുണ്ട്, മുട്ടിടുണ്ട്, അങ്ങനെ പല ടൈപ്പിലുള്ള ചാമ്പക്കകളാണ് ഇപ്പൊ നമ്മുടെ ചാമ്പമരത്തുമ്മലുള്ളത്. അപ്പൊ ഇഷ്ടം പോലെ കൊല കുത്തി കായ്ച്ചിട്ടുണ്ട് ചാമ്പക്ക. കണ്ട നല്ല ഭംഗിയാണ് കായ്ച്ചു കിടക്കണത് കാണാൻ തന്നെ. നല്ല വലിപ്പം വെക്കണ ചാമ്പക്കയാണ് ട്ടാ. നല്ല ചെറിയൊരു ആപ്പിളിന്റെ സൈസ് തന്നെ വരും ഈ ചാമ്പക്ക. നമുക്ക് എന്ന് പറഞ്ഞാൽ ചാമ്പമരം നട്ട് കഴിഞ്ഞാല് നമ്മ ഈ സമയത്ത് അധികം നനച്ചു കൊടുക്കാൻ പാടില്ല. നനച്ചു കൊടുത്തു കഴിഞ്ഞാല് ഈ പൂവ് ഇട്ട് കഴിഞ്ഞാല് പൂ മുഴുവനും കൊഴിഞ്ഞ് താഴെ വീഴും. അപ്പൊ ഞാൻ ഈ പ്രാവശ്യം ചാമ്പക്കൊക്കെ അധികം നനച്ചു കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പൂവും തന്നെ നമുക്ക് കായായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചാമ്പക്കൊക്കെ മധുരവും കുറയും. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് മഴ പെയ്യണേക്ക് മുമ്പ് തന്നെ നമുക്ക് ചാമ്പക്കൊക്കെ വിളവെടുക്കാൻ പറ്റും. കണ്ട നിറച്ച് ചാമ്പക്കകളാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് വിളവെടുക്കണം. അപ്പൊ നമുക്ക് ചാമ്പക്ക വിളവെടുക്കാം. നമുക്കിപ്പോ താഴേന്നുള്ളത് തന്നെ നമുക്ക് ആദ്യം വിളവെടുക്കണ്ട. ഇതേപോലെ കമ്പുകളിലൊക്കെ ഇഷ്ടംപോലെ ചാമ്പക്കിടാൻ ചാമ്പ നട്ട് കഴിഞ്ഞാല് നമുക്ക് കമ്പ് നട്ടാലും പിടിക്കോട്ടെ ഈ ചാമ്പ മരത്തിന്റെ. പിന്നെ ലെയർ ചെയ്തും നമുക്ക് ചാമ്പ നട്ടുകൊടുക്കാം. കണ്ട ഇതേപോലെ വലിപ്പമുള്ള ചാമ്പക്കകളും ഉണ്ട്, വലിപ്പം കുറഞ്ഞ ചാമ്പക്കകളും ഉണ്ട്. കൊല കുത്തിയൊക്കെ കായ്ക്കുമ്പോ കൊറേ കണ്ട നല്ല കളറാണ് ചാമ്പക്കക്ക്. താഴെയുള്ളതൊക്കെ നമുക്ക് പൊട്ടിക്കാനായിട്ട് എളുപ്പമാണ്. കിളികൾ ഇങ്ങനെ ഫുള്ളായിട്ട് കിളികൾ കഴിക്കാൻ പിന്നെ വെറുതെ കുത്തി ചാമ്പക്ക മരത്തിന്റെ ചോട് നിറച്ച് കിളി തിന്നിട്ടേക്കണേ. ഇതില് കൊറേയൊക്കെ ആയിട്ടുണ്ട്. കളറ് മാറിയതൊക്കെ നമുക്ക് പറിച്ചെടുക്കാം. ആദ്യം ഉണ്ടായി വരുമ്പോ തന്നെ പച്ച കളറായിരിക്കുള്ളൂ കേട്ടാ. പിന്നെയാണ് ഇത് റെഡ് കളർ ആവണത്. ഇത് നല്ല നമുക്ക് ഈ കൊലപ്പാടേ തന്നെ നമുക്ക് വിളവെടുക്കണ്ട. ഇതേപോലെ ഇത് കിളികളൊന്നും കണ്ടില്ല. കണ്ട നല്ല വലിപ്പുള്ള ചാമ്പക്കയാണ്. കണ്ട ഈ വലിപ്പമൊക്കെ വെക്കും നമ്മുടെ ചാമ്പക്കക്ക്. ഇനി നമുക്ക് മോളിലത്തത് നമുക്ക് വിളവെടുക്കാം. അപ്പൊ നമ്മ തോട്ടി വെച്ചാൽ പറിക്കണത്, നമുക്ക് കൊല്ലിയുള്ള തോട്ടി വെച്ചാൽ പറിക്കണത്. താഴെ വീണാല് ചതയൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ കണ്ടില്ലേ നമുക്കിപ്പോ ഇതേപോലെ നമുക്ക് ഒരെണ്ണം പോലും ചതയാണ്ട് ഇതേപോലെ നമുക്ക് കണ്ട കൊല്ലിയുള്ള കാരണം നമുക്ക് ചാമ്പക്ക അധികം ചതയാണ്ട് കിട്ടുകയും ചെയ്യും. കണ്ടപ്പോ നമുക്ക് ഈ ചാമ്പക്കളും പറിക്കണ്ട. മുകളിലായതുകൊണ്ട് തന്നെ വേണ്ട നമുക്ക് കൊല്ലി വെച്ച് പയ്യെ പറിച്ചെടുക്കണം. കണ്ട അപ്പൊ കണ്ട നമുക്ക് കൊല്ലി വെച്ച് പറിച്ചപ്പോ കണ്ട ഒരെണ്ണം പോലും ഒരു പോറല് പോലും പറ്റില്ല. കണ്ട ഇതേപോലെ കളറാണ് നമ്മുടെ ചാമ്പക്കക്ക്. കണ്ട ഇതേപോലെ നല്ല കളറാണ്. ഒരു കൊലയിൽ തന്നെ ഇഷ്ടം പോലെ ചാമ്പക്കയാണ്. കണ്ട ഇനി നമുക്ക് കുറെ പറിക്കാണ്ട്. കണ്ട നമുക്കിത് ഡെയിലി ഒരുപാട് നാൾ വിളവെടുക്കാനുണ്ട്. ഇതുമേല് കണ്ട ഇതേപോലെ നല്ല വലിപ്പത്തിലുള്ള ചാമ്പക്കയാണ്. കണ്ട മോളിലത്തെ കൊമ്പുമല നമ്മ എപ്പോഴും ചാമ്പയൊക്കെ പ്രൂൺ ചെയ്ത് നിർത്തണം. ഇവിടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ ഫ്രൂട്ട് മരങ്ങളുടെ ഒക്കെ ഇടയിലായിപ്പോയി. അതുകൊണ്ട് തന്നെ ഇത് മോളിലോട്ട് പോയേക്കണാണ് കൊമ്പുകൾ. അപ്പൊ നമ്മ പുറത്ത് നോക്കുമ്പോഴേക്ക് ഇത് കാഴ്ച കിടക്കണ നല്ല ഭംഗിയാണ്. മതിലിന്റെ പുറത്ത് നോക്കുമ്പോ കണ്ട വെയിലനുസരിച്ച് പോയ കൊമ്പിലൊക്കെ നിറച്ച് ചാമ്പക്കകളാണ്.
നിറച്ച് കണ്ട വെയിലത്തേക്ക് പോയ കമ്പിലൊക്കെ നിറച്ചും ചാമ്പക്കകളാണ്. നമുക്ക് ഇതേപോലത്തെ തോട്ടി ഉണ്ടെങ്കിലില്ലേ നമുക്ക് ഒറ്റ ചാമ്പക്ക പോലും നമുക്ക് പാഴായി പോകൂല. ഈ തോട്ടിക്ക് നമുക്ക് എത്ര നീളം വേണമെങ്കിലും 30 അടി നീളമുള്ള തോട്ടിയാണ് കേട്ടാ. അപ്പൊ നമുക്ക് ഒരു ചാമ്പക്ക പോലും കേടാകാത്ത രീതിയിൽ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നമ്മ ബാക്കിയുള്ള ചാമ്പക്കയും കൂടെ പറിച്ചേണ്ട. ഇനിയും ഒരുപാട് മുള്ളുണ്ട് പറിക്കാൻ. നമുക്ക് ഡെയിലി ഒരുപാട് നാള് വിളവെടുക്കാൻ പറ്റണ ഒരു വ്യക്തി ചാമ്പമരം കായ്ച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടില് ഒരു ചാമ്പമരമൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ചൂടുകാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് ചാമ്പക്ക. നമുക്ക് ചാമ്പക്ക ജ്യൂസ് ഉണ്ടാക്കാനും അതേപോലെ അച്ചാറിടാനും ഒക്കെ നല്ലതായിട്ട് ചാമ്പക്ക. നമുക്ക് വെറുതെ കഴിക്കാനൊക്കെ നല്ലത് തന്നെയാണ്. പിന്നെ ഒട്ടും പരിചരണം വേണ്ടാത്ത ഒരു ചെടിയാണ് ഈ ചാമ്പക്ക. അപ്പൊ മറ്റുള്ള ഫ്രൂട്ട് പോലെയല്ല, യാതൊരു പരിചരണവും വേണ്ട, എല്ലാ വർഷവും ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ട കുരുയില്ലാത്ത ചാമ്പക്കയാണ്. ശരിക്കും ഇതൊരു ആപ്പിളിന്റെ ടേസ്റ്റ് തന്നെയാണ്. നോമ്പാരം നമുക്ക് കഴിച്ചു നോക്കാനൊന്നും പറ്റൂല. അപ്പൊ നമുക്കിത് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് തന്നെയാണ് ഈ ചാമ്പ. നല്ല വലിപ്പം വെക്കും. ഇതിങ്ങനെ കൊലകളായി കായ്ച്ചിട്ടാണ് വലിപ്പമുള്ള നല്ല വലിപ്പത്തിൽ ഒറ്റയ്ക്കായിട്ട് കായ്ക്കുകയാണെങ്കിൽ നല്ല വലിപ്പം തന്നെ വെക്കും. അപ്പൊ നമ്മുടെ വീട്ടിലൊരു ചാമ്പമരമൊക്കെ എല്ലാവരും വെച്ച് പിടിപ്പിക്കണം. നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഇതേപോലെ കായ്ച്ചെടുക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലോ. നമ്മിത് പുറത്തുനിന്ന് നോക്കുമ്പോഴാണ് ഇതിന് ഭയങ്കര ഭംഗി ചാമ്പമരത്തിന്. പിന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒട്ടും പരിചരണവും വേണ്ട. എല്ലാവരും ഒരു ചാമ്പട തൈകളൊക്കെ പലതരത്തിലുള്ള ചാമ്പകളുടെ തൈന്ന് നഴ്സറികളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പൊ എല്ലാവരും ഒരു ചാമ്പമരത്തിന്റെ തൈയൊക്കെ മേടിച്ച് നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.